അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്മയും കരുണയും മനുഷ്യത്വത്തിൻ്റെ മുഖമുദ്രയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യജീവനെ രക്ഷിക്കുന്നത് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണ്. ഈ മഹനീയ തത്വത്തിൻ്റെ പ്രതിഫലനമാണ് സൗദി ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിൻ്റെ കുടുംബം നിമിഷപ്രിയയുടെ മോചനത്തിനായി കാണിച്ച മനുഷ്യസ്നേഹം. നിമിഷപ്രിയ യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് 2017 യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ മോചനത്തിന് ഏകമാർഗം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകുക എന്നതാണ്. ഈ സാഹചര്യത്തിൽ അബ്ദുൾ റഹീമിന്റെ കുടുംബവും റഹീം നിയമസഹായ സമിതിയും നിമിഷയെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ഇസ്ലാമിക മൂല്യങ്ങളായ കരുണ, ഔദാര്യം, സഹജീവിസ്നേഹം എന്നിവയുടെ മനോഹരമായ പ്രതിഫലനമാണ്. അബ്ദുൾ റഹീം 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന മലയാളിയാണ്. അദ്ദേഹത്തിന്റെ മോചനത്തിനായി 48 കോടി രൂപയോളം പിരിച്ചെടുത്തിരുന്നു. അതിൽ 36.27 കോടി ചെലവഴിച്ച് 15 മില്യൺ റിയാൽ ദയാധനമായി നൽകി. ഈ ഫണ്ടിൽ ബാക്കിയുള്ള 11.6 കോടി രൂപയിൽ നിന്ന് ഒരു ഭാഗം നിമിഷപ്രിയയുടെ മോചനത്തിനായി നൽകാൻ തയ്യാറാണെന്ന് റഹീം നിയമസഹായ സമിതി ജനറൽ കൺവീനർ കെ ആലിക്കുട്ടി പ്രഖ്യാപിച്ചു. നമ്മൾ റഹീമിനെ പോലെ തന്നെ നിമിഷപ്രിയയെയും കാണുന്നു. ഒരു മനുഷ്യജീവനെ രക്ഷിക്കുക എന്നതാണ് പ്രധാനം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇസ്ലാമിന്റെ സന്ദേശമായ ജീവന്റെ മൂല്യത്തെ ഉയർത്തിക്കാട്ടുന്നു. നിമിഷപ്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഹൃദയഭേദകമാണ്. 2023 യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അവരുടെ അപ്പീൽ തള്ളി ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ അവരുടെ അമ്മ പ്രേമകുമാരി, മനുഷ്യാവകാശ പ്രവർത്തകർ, ഇന്ത്യൻ സർക്കാർ എന്നിവർ ദയാധനത്തിന്റെ മാർഗം തേടി ശ്രമങ്ങൾ തുടരുകയാണ്. 8.67 കോടി രൂപ, $1 മില്യൺ ദയാധനമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ തുക ശേഖരിക്കാൻ ഇനിയും വലിയ വെല്ലുവിളികളുണ്ട്. അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന്റെ ഈ ഔദാര്യം മത-ജാതി വ്യത്യാസമില്ലാതെ മനുഷ്യജീവനെ സ്നേഹിക്കാനും സഹായിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ സന്ദേശത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ്. നിന്റെ സഹോദരന്റെ ദുഃഖം നിന്റെ ദുഃഖമാണ് എന്ന പ്രവാചകവചനം ഈ പ്രവൃത്തിയിൽ പ്രതിഫലിക്കുന്നു. റഹീമിന്റെ കുടുംബം കാണിച്ച ഈ നന്മ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നിമിഷപ്രിയയുടെ മോചനം യാഥാർത്ഥ്യമാകാൻ, അവർക്ക് നീതി ലഭിക്കാൻ, ഈ കരുണയുടെ പാതയിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കാൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായവർക്കു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.